ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ദുബായിലെ ഒരു മോർണിംഗ് സെക്ഷനാണ്. ഒരു ചായ ഇട്ടിട്ടുണ്ട്, ചായ വിത്തൗട്ട് പല്ല് തേക്കൽ. പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് കഴിച്ചു. ഇനി ഒരാളെ കാണിച്ചു തരാം. ഇത് മേഘ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് മേഘയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മേഘയാണിത്. പല്ല് തേച്ചാടി. ഞാനും പല്ല് തേച്ചിട്ടില്ല. നമ്മൾ പല്ല് തേക്കാതെ ഒരു ചായ കുടിക്കുന്ന ശീലമായിപ്പോയി ഇവിടെ. പല്ല് തേക്കാതെ നമ്മള് ചായയും ബിസ്ക്കറ്റും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ മോന്ത മാത്രം കാണിക്കുന്ന ഒരുത്തിയുടെ കോലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ വെച്ച് പഴം കഴിക്കാത്ത ഞാൻ ഇവിടെ വന്ന് പഴം കഴിക്കുകയാണ് ഗൈസ്. പക്ഷെ പഴം അല്ലാതെ കഴിക്കൂല, ഇതേപോലെ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കും. അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കണം. നീ പഴം കഴിക്കോ? ഇത് കഴിക്കോ? അതൊക്കെ ഒരു കാലം. രാജാവായി നടന്നാലും ദുബായിൽ വരുമ്പോൾ പിച്ചക്കാരായിട്ട് ജീവിച്ചാലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അന്തസ്സോടെ ജീവിക്കണം. അന്തസ്സോടെ ജീവിക്കണം. ഓക്കെ. 2 മണി വരെ നമ്മൾ കഴിക്കാതിരിക്കുകയാണ് ഗൈസ്. കഴിക്കാതിരിക്കുന്നതിന് റീസൺ ഉണ്ട്. നമ്മൾ 2 മണിയായിട്ടും കഴിക്കാതിരിക്കുന്നതിന് റീസൺ, നമ്മുടെ മേഘയുടെ പപ്പ നമുക്ക് വേണ്ടി ബിരിയാണി കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് കുക്കിംഗ് ഒന്നുമില്ല, മടിച്ചുകളായി നമ്മൾ ഇങ്ങനെ ബിരിയാണി എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉറക്കം തൂങ്ങിയ അവസ്ഥയിലായിപ്പോയി ഗൈസ്. എണീച്ച കോലത്തിലിരിക്കുന്നതിന് കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ഗുമ്പ് പോലും കിട്ടില്ല, അത്രയും മൊണ്ടി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ബിരിയാണി വന്നിട്ട് ബാക്കി. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഹോൾ ബോഡി കാണിക്കുന്നില്ല, മീൻസ് എൻ്റെ തല മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ഉറക്കപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരുത്തിയുടെ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരായിരുന്നു. പക്ഷേ അവളിപ്പോ മുണ്ടും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അവള് കാണിക്കുന്നില്ല. അവള് എപ്പോഴെങ്കിലും ആ പുതപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അവളുടെ വിശ്വരൂപം ഞാൻ കാണിച്ചു തരുന്നതാണ്. കമലഹാസൻ വരെ തോറ്റു നിൽക്കുന്ന വിശ്വരൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. എപ്പോഴായാലും പുതപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി ബിരിയാണി കഴിച്ചും കൊണ്ട് ബാക്കി കാണാം. നമ്മളെ ബിരിയാണി എത്തിയിട്ടുണ്ട്, ഞാൻ കഴിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ്. എന്താന്ന് പറഞ്ഞിട്ടോ വിശന്നിരുന്നിട്ടായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി ഉണ്ട്, ചിക്കൻ ഉണ്ട്, സാലഡ് ഉണ്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? എന്റെ അപ്പൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, അടിപൊളിയായിട്ടുണ്ട്. അവളുടെ അപ്പനാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അയച്ചു തന്ന കൊണ്ട് തന്ന് ഞങ്ങൾ കഴിക്കണം. അപ്പൊ ഇന്നത്തെ കുക്കിങ്ങിന്റെ പാടങ്ങ് പോയി. പക്ഷെ വിശന്നിട്ടായിരിക്കും. വിശപ്പ് കാരണം ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ബിരിയാണി. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. ഇന്നത്തെ സൺഡേ ബിരിയാണിയിൽ ഒതുക്കി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ നിർത്തി. ഇന്നത്തെ ഒരു മൊണ്ടി സൺഡേ ആയിരുന്നു, എന്നാലും ബിരിയാണിയിൽ ഒതുക്കി. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.